എല്ലാവർക്കും PSC മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം 18 ഏപ്രിൽ 18 നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊസൺ ഓഫീസറിൻ്റെ എക്സാം നടക്കാൻ പോവുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യൽ ടോപ്പിക്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് വരുന്നൊരു ഭാഗമാണ് കേരള ജയിൽ വകുപ്പും ഘടനയും പ്രവർത്തന രീതികളും. നമുക്ക് ആ ടോപ്പിക് ഒന്ന് റിവിഷൻ ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്? ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അടുത്ത പോയിന്റ്, ജയിൽ ഭരണത്തിലെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനെയാണ്. സംസ്ഥാന സർക്കാരിനെയാണ് ജയിൽ ഭരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ജയിൽ ഭരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെയാണ്. ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869 നിലവിൽ വന്നു. പള്ളിക്കുന്ന്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിൽ എന്നറിയപ്പെടുന്നതും കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ജയിൽ എന്നും കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ എന്നറിയപ്പെടുന്നത് ഏതാ? പൂജപ്പുര. ഒന്നാമത്തത് കണ്ണൂർ, രണ്ടാമത്തത് പൂജപ്പുര. പൂജപ്പുര സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. 1886 നിലവിൽ വന്നത്. 1886 നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിലാണ് പൂജപ്പുര. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ ഏതാ? പൂജപ്പുര സെൻട്രൽ ജയിൽ. കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയിലാണ് വിയ്യൂര്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1914 നിലവിൽ വന്നത്. 1914 നിലവിൽ വന്ന വിയ്യൂരാണ് കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയിൽ. നാലാമത്തെ സെൻട്രൽ ജയിൽ ഏതാ? നാലാമത്തെ സെൻട്രൽ ജയിൽ തവനൂർ, മലപ്പുറം ജില്ലയിലുള്ള തവനൂർ ആണ് 2022 നിലവിൽ വന്നത്. ഓക്കെ, അതാണ് നാലാമത്തെ സെൻട്രൽ ജയിലായിട്ട് പറയുന്നത്. കേരള സർക്കാർ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ് ഇത്. തവനൂർ എന്ന് പറയുന്നത് കേരള സർക്കാർ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ്. ബാക്കി 3 സെൻട്രൽ ജയിലുകളും സംസ്ഥാന രൂപീകരണത്തിന് മുമ്പാണ് രൂപീകരിച്ചത്. ബാക്കിയുള്ള 3 അത് ഏതൊക്കെയാണ്? കണ്ണൂരും പൂജപ്പുരയും വിയ്യൂരും. അത് 3 സെൻട്രൽ ജയിലുകളും സംസ്ഥാന രൂപീകരണത്തിന് മുമ്പാണ് രൂപീകരിച്ചത്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ യു ആകൃതിയിലുള്ള കേരളത്തിലെ സെൻട്രൽ ജയിൽ ഏതാ? അത് തവനൂർ, മലപ്പുറമാണ്. കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട്? 3 തുറന്ന ജയിലുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് എവിടെ? നെട്ടുകാൽ തേരി, തിരുവനന്തപുരം. നെട്ടുകാൽ തേരി, തിരുവനന്തപുരം 1962 നിലവിൽ വന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യ വനിതാ തുറന്ന ജയിൽ ഏതാ? അത് നമ്മുടെ പൂജപ്പുരയിലാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യ വനിതാ തുറന്ന ജയിലാണ് പൂജപ്പുരയിലുള്ളത്. ഓക്കെ, നെട്ടുകാൽ തേരിയും ചിമ്മേനിയും എന്താണ്? പുരുഷന്മാർക്ക് മാത്രമുള്ള തുറന്ന ജയിലുകളാണ്. അപ്പോൾ പുരുഷന്മാർക്ക് 2 ആണുള്ളത്, വനിതകൾക്ക് 1. സെറ്റല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ്, നല്ല നടപ്പിന് ശിക്ഷയിളവ് ലഭിക്കുന്ന തടവുകാരെ സാധാരണയായി പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? തുറന്ന ജയിലിലാണ് കേട്ടോ. നല്ല നടപ്പിന് ശിക്ഷയിളവ് ലഭിക്കുന്ന തടവുകാരെ സാധാരണയായി പാർപ്പിക്കുന്നത് ഏത് ജയിലാണ്? തുറന്ന ജയിലിലാണ്. കേരളത്തിൽ ആകെ എത്ര വനിതാ ജയിലുകളുണ്ട്? 3 വനിതാ ജയിലുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ആകെ എത്ര വനിതാ ജയിലുകളുണ്ട്? 3. കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട്? അതും 3. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ എവിടെയാണ്? നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ആദ്യത്തെ വനിതാ ജയിൽ. മറ്റു 2 വനിതാ ജയിലുകൾ എവിടെയൊക്കെ? കണ്ണൂരിലും വിയ്യൂരിലും. വിയ്യൂർ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിൽ ആകെ എത്ര ഹൈ സെക്യൂരിറ്റി ജയിലുകളാണുള്ളത്? 1. ഒറ്റൊരു ഹൈ സെക്യൂരിറ്റി ജയിലാണുള്ളത്. അതെവിടെയാണ്? അത് വിയ്യൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരാണ്. എന്നാ സ്ഥാപിതമായത്? 2019 സ്ഥാപിതമായത്. ഹൈ സെക്യൂരിറ്റി പ്രിസൺ ജയിലുകളിൽ പാർപ്പിക്കേണ്ട തടവുകാരാരൊക്കെ? അതായത് ഈ വിയ്യൂര് ഇവിടെ താമസിപ്പിക്കേണ്ട ആൾക്കാരാരൊക്കെ? അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ, രാജ്യദ്രോഹ തടവുകാർ, മാവോയിസ്റ്റ് കേസ് പ്രതികൾ. അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ, രാജ്യദ്രോഹ തടവുകാർ, മാവോയിസ്റ്റ് കേസ് പ്രതികൾ. ഇവരൊക്കെയാണ് ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ ജയിലുകളിൽ പാർപ്പിക്കേണ്ട തടവുകാരാണ് അറിയപ്പെടുന്നത്. കേരള ജയിൽ വകുപ്പിന് കീഴിൽ എത്ര ബോസ്റ്റൺ സ്കൂളുകളാണുള്ളത്? 1. ഒറ്റൊരു ബോസ്റ്റൺ സ്കൂളുള്ളൂ നിലവിൽ കേരളത്തിൽ. അത് തൃക്കാക്കര, എറണാകുളമാണ് ആകെയുള്ള ഒരു ബോസ്റ്റൺ സ്കൂൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 1900
1995 കണ്ണൂരിൽ നിന്ന് തൃക്കാക്കരയിലേക്ക് മാറ്റിയതാണ് ഇത് കേട്ടോ. 1995 കണ്ണൂരിൽ നിന്ന് തൃക്കാക്കരയിലേക്കാണ് ഇത് മാറ്റിയത്. പിന്നെ ഫോറസ്റ്റ് സ്കൂൾ പറയുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഏജ് പഠിക്കണം. അതായത് 18 മുതൽ 21 വയസ്സ് വരെയുള്ള തടവുകാർ 18 മുതൽ 21 വയസ്സ് വരെയുള്ള തടവുകാരെ പാർപ്പിക്കുന്നതാണ് ഫോറസ്റ്റ് സ്കൂൾ. ഈ 16നും 18നും വയസ്സിനിടയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം എവിടെ? അത് പ്ലേസ് ഓഫ് സേഫ്റ്റി. ഓക്കെ, 16നും 18നും പ്ലേസ് ഓഫ് സേഫ്റ്റി, 18നും 21നും ബോർസ്റ്റൺ സ്കൂൾ നിലവിലുള്ളത് എവിടെയാണ്? തൃക്കാക്കര, എറണാകുളം. ഇത്ര കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ കേരള ജയിൽ വകുപ്പിന് കീഴിൽ എത്ര സബ് ജയിലുകളാണുള്ളത്? 16 സബ് ജയിലുകൾ. കേരള ജയിൽ വകുപ്പിന് കീഴിൽ എത്ര സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്? അതും 16. എത്ര തുറന്ന ജയിലുകൾ ഉണ്ടായിരുന്നു? 3. എത്ര വനിത ജയിലുകളുണ്ട്? 3. എത്ര സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട്? 16. എത്ര സബ് ജയിലുകളുണ്ട്? അതും 16. കേരളത്തിൽ ആകെ എത്ര ജില്ലാ ജയിലുകളുണ്ട്? 13. നിലവിൽ നമുക്ക് 14 ജില്ലകളുണ്ട്, പക്ഷെ നമുക്ക് ആകെ ജില്ലാ ജയിലുള്ളത് 13. അപ്പോൾ ഒന്ന് കുറവാണ്. അത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ ജില്ലാ ജയിൽ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് സബ് ജയിലുകളിൽ ആർക്കൊക്കെയാണ് പാർപ്പിക്കുന്നത്? സബ് ജയിലിൽ ആരെ പാർപ്പിക്കുക? റിമാൻഡ് തടവുകാരെ പാർപ്പിക്കുന്നു, അതുപോലെ തന്നെ വിചാരണ തടവുകാരെ പാർപ്പിക്കുന്നു, അതുപോലെ തന്നെ 1 മാസം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്നു. ഓക്കെ, ഇനി സ്പെഷ്യൽ സബ് ജയിലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ റിമാൻഡ് തടവുകാരെ പാർപ്പിക്കുന്നു, അത് സബ് ജയിലിലും ഇത് കോമണാണ്. വിചാരണ തടവുകാരെ പാർപ്പിക്കുന്നു, അതും കോമണാണ്. എന്ന മാറ്റം വരുന്നത് എവിടെ? ഇതാണ്. 3 മാസം വരെ തടവ് ശിക്ഷ കിട്ടിയവരെ പാർപ്പിക്കുന്നു. സ്പെഷ്യൽ സബ് ജയിലിൽ 3 മാസം വരെ തടവ് ശിക്ഷ കിട്ടിയവരെ പാർപ്പിക്കുന്നു, എന്നാൽ സബ് ജയിലുകൾ 1 മാസം വരെ തടവ് ശിക്ഷ കിട്ടിയവരെ പാർപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ജില്ലാ ജയിലിലേക്ക് വരുമ്പോൾ കോമൺ ആയിട്ട് റിമാൻഡ് തടവുകാരെ പാർപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിചാരണ തടവുകാരെ പാർപ്പിക്കുന്നുണ്ട്. പിന്നെ മാറ്റം വരുന്നത് ഇവിടെയാണ്. 6 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്നു. 6 മാസം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്നു. 6 മാസത്തിന് മുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നു. ഓക്കെ, 6 മാസത്തിന് മുകളിൽ കിട്ടിയവരെ എവിടേക്ക് പാർപ്പിക്കും? സെൻട്രൽ ജയിൽ. 6 മാസം വരെ ജില്ലാ ജയിൽ, 6 മാസത്തിന് മുകളിൽ പോയാൽ അത് സെൻട്രൽ ജയിലിലേക്ക് പാർപ്പിക്കുന്നു. ഓക്കെ, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ അല്ലെങ്കിൽ ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ തിരക്ക് കൂടുതലാണെങ്കിൽ റിമാൻഡ്, വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലുകളിലും പാർപ്പിക്കാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചിലപ്പോൾ ഇത് കയറി വരാം. ഓക്കെ, കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ എവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് കേരളത്തിലെ ആദ്യ ജയിൽ ട്രെയിനിങ് സ്കൂൾ. എന്തിനാണ് ജയിൽ ട്രെയിനിങ് സ്കൂൾ? അതായത് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജയിൽ ട്രെയിനിങ് സ്കൂൾ. ഇത് നിലവിൽ എവിടെയുള്ളത്? പൂജപ്പുര, തിരുവനന്തപുരത്ത്. ഓക്കെ, ആദ്യമായിട്ട് വന്നത് അവിടെ പൂജപ്പുര, തിരുവനന്തപുരത്ത്. 1957 നിലവിൽ വന്നത്. എന്നാൽ 1988 ഇതിൻ്റെ പേര് മാറ്റി. നിലവിൽ ഇതിൻ്റെ പേര് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. കേരള ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാന കാര്യാലയം എവിടെയാണ്? പൂജപ്പുര, തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ്. കേരള ജയിൽ വകുപ്പിൻ്റെ തലവനാരാ? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഓക്കെ, കേരള ജയിൽ വകുപ്പിൻ്റെ തലവനാരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. നിലവിൽ കേരള ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ IPS. ജയിൽ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയനാണ്. ഈ പോയിന്റ് ഓർത്ത് വെച്ചോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. പിന്നെ സംസ്ഥാന ജയിൽ വകുപ്പിനെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്ന് ദക്ഷിണ മേഖല, അതുപോലെ തന്നെ അടുത്തത് ദക്ഷിണ മേഖല, ഒന്നാമത്തത് ദക്ഷിണ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല എന്നിങ്ങനെ 3 മേഖലകളായിട്ട് സംസ്ഥാന ജയിൽ വകുപ്പിനെ തരംതിരിച്ചിട്ടുണ്ട്. അല്ലേ? സെറ്റല്ലേ? ഓക്കെ, ഇനി കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വന്നത് എന്നാണ്? 1958 ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് രൂപീകരിക്കപ്പെട്ടതെന്ന 2010 2010 പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ടിൻ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളിക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളിക്ക് നൽകിയിരിക്കുന്ന നിർവചനം? 18 വയസ്സിൽ കുറയാത്തതും എന്നാൽ 21 വയസ്സിൽ കൂടാത്തതുമായ കുറ്റവാളി. 18 വയസ്സിനും 21 വയസ്സിനുള്ള പ്രായമുള്ള ഏജുള്ളവരെയാണ് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് നിർവചനം നൽകിയിരിക്കുന്നത്. 21 വയസ്സിൽ കൂടുതലുള്ള തടവുകാരൻ പ്രായപൂർത്തിയായ തടവുകാരൻ എന്നാണ് പറയുക.
ഒരു തടവുകാരൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒരു തടവുകാരൻ്റെ അവകാശം മതവിശ്വാസം തുടരുന്നതിനുള്ള അവകാശമുണ്ട്, മതിയായ ആഹാരക്രമത്തിനുമുണ്ട്, പക്ഷേ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും കിട്ടാനൊന്നും അവകാശമില്ല. ഓക്കെ. അതുപോലെ തന്നെ നിയമസേവനത്തിനുള്ള അവകാശമുണ്ട്, ശുചിത്വമുള്ള ജീവിത സാഹചര്യത്തിനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ വൈദ്യസഹായം തേടാനുള്ള അവകാശമുണ്ട്, ഉപാധികൾക്ക് വിധേയമായ കുടുംബവുമായുള്ള ആശയവിനിമയത്തിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെയാണ് ഒരു ജയിൽ തടവുകാരൻ്റെ അവകാശങ്ങൾ. ജയിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജയിൽ സൂപ്രണ്ടാണ്. ജയിലിലെ അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് ജയിൽ സൂപ്രണ്ട്, അതുപോലെ തന്നെ ജോയിന്റ് സൂപ്രണ്ട്, അതുപോലെ തന്നെ വെൽഫെയർ ഓഫീസർ, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ എന്നിവരടങ്ങുന്ന ഒരു സമിതി ഉണ്ടായിരിക്കും. തടവ് പുള്ളികളെ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നിങ്ങനെയായി തരംതിരിച്ചിട്ടുണ്ട്. ഇവരെ പ്രത്യേകം പാർപ്പിക്കുന്നത്. ഓക്കെ. തടവ് പുള്ളികളെ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് പാർപ്പിക്കുന്നത്. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നിങ്ങനെ തരംതിരിക്കാനുള്ള ഒരു മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയിട്ട് അറിയോ? പ്രതിയുടെ സ്വഭാവം നോക്കിയിട്ട്, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം നോക്കിയിട്ട്, പതിവ് കുറ്റവാളിയാണോ അല്ലയോ എന്നതൊക്കെ നോക്കിയിട്ടാണ് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. എ ക്ലാസ് എന്ന് പറയുന്നത് എന്താ? പതിവ് കുറ്റവാളി അല്ലാത്തൊരാൾ. പതിവ് കുറ്റവാളി അല്ലെങ്കിൽ അയാൾ എ ക്ലാസ്സിലാണ്. അതുപോലെ തന്നെ സൽസ്വഭാവി ആണെങ്കിൽ അയാൾ എ ക്ലാസ്സിലാണ്. ഗുരുതരമായ കുറ്റം ചെയ്തിട്ടില്ലാത്തയാളാണെങ്കിൽ അത് എ ക്ലാസ്സിലാണ്. ബി ക്ലാസ്സിൽ വരുന്നതോ ഉയർന്ന സാമൂഹിക പദവിയും ജീവിതശൈലിയും ഉള്ളവരെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരെ ഉൾപ്പെടുത്താം. സൽസ്വഭാവികളായ പതിവ് കുറ്റവാളികളെയും ഉൾപ്പെടുത്താം. ഇനി സി ക്ലാസ് എന്ന് പറയുന്നത് എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും ഉൾപ്പെടാത്ത തടവുകാരാണ് സി ക്ലാസ്സിൽ ഉൾപ്പെടുക. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനെ യാതൊരുവിധ അവധിക്കോ അകമ്പടി സന്ദർശനത്തിനോ അനുവാദമില്ല. സ്റ്റേറ്റ്മെന്റിൽ കയറി വരികയും സെറ്റാക്കണം. ഓക്കെ. മരണശിക്ഷ വിധിക്കപ്പെട്ട ഒരു തടവുകാരന് യാതൊരുവിധ അവധിക്കോ അകമ്പടി സന്ദർശനത്തിനോ അവകാശമില്ല. ഇനി നമുക്ക് പരോളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പരോളിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാ? അധ്യായം 16. സെക്ഷൻസ് ഏതൊക്കെ? 73 മുതൽ 76 വരെ. പരോൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് എടുത്തു? ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് എടുത്തു. പരോൾ അനുവദിക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ് പരോൾ അനുവദിക്കുന്നത്. അല്ലാതെ ജയിൽ സൂപ്രണ്ടോ ജോയിന്റ് സൂപ്രണ്ടോ ഒന്നുമല്ല പരോൾ അനുവദിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് പരോൾ അനുവദിക്കുന്നത്. തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരോളും അവധിയും ഇളവ് ചെയ്യലും എല്ലാം യാതൊരു വിധത്തിലും ശിക്ഷയുടെ 1/3 കൂടരുത്. ശിക്ഷയുടെ 1/3 കൂടാൻ പാടില്ല. തടവുകാർക്ക് നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരോളും അവധിയും ഇളവ് ചെയ്യലും എല്ലാം യാതൊരു വിധത്തിലും ശിക്ഷയുടെ 1/3 കൂടാൻ പാടില്ല. ഓക്കെ. പരോളിൽ പോയ ഒരു തടവുകാരൻ നിശ്ചിത സമയത്ത് ജയിലിൽ ഹാജരാകാതിരുന്നാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 2 വർഷം വരെ ആകാവുന്ന കാലയളവിലേക്ക് തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാ? 75. നമ്മളിവിടെ ആദ്യം പറഞ്ഞു ഏതൊക്കെ സെക്ഷൻസാണ് പരോളിനെ കുറിച്ച് പറയുന്നത്. 73, 74, 75, 76 പരോളിനെ കുറിച്ച് പറയുന്നത്. ആ 75 പറയുന്നത് എന്താ? പരോളിൽ പോയ തടവുകാരൻ നിശ്ചിത സമയത്ത് ജയിലിൽ ഹാജരാകാതിരുന്നാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ആ ശിക്ഷ എന്താ? 2 വർഷം വരെ ആകാവുന്ന കാലയളവിലേക്ക് തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച്. കാലാവധി തീരുന്നതിന് മുമ്പ് ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരനെ മോചിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാ? സംസ്ഥാന സർക്കാരിനെ. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് പരോൾ കൊടുക്കുന്നത്, മോർഗ്. അതുപോലെ തന്നെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരനെ മോചിപ്പിക്കാൻ കഴിയുന്നതും സംസ്ഥാന സർക്കാരിനെയാണ്. തടവുകാരുടെ പരാതികളോ നിവേദന സ്വീകരിച്ച് നടപടിയെടുക്കേണ്ട പരാതി പരിഹാര സമിതി യോഗം ചേരേണ്ടത് 3 മാസത്തിലൊരിക്കലാണ്. പരാതി പരിഹാര സമിതി യോഗം ചേരേണ്ടത് 3 മാസത്തിൽ ഒരിക്കലാണ്. കേരള ബോസ്റ്റൺ സ്കൂൾ ആക്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയത് 1961. കേരള ബോസ്റ്റൺ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന സമിതി വിസിറ്റിംഗ് സമിതിയാണ്. ഓക്കെ. 1926 ഇന്ത്യയിലെ ആദ്യ ബോസ്റ്റൺ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? പഞ്ചാബിലാണ്. കേരളത്തിലെ എവിടെയുള്ള? തൃക്കാക്കര, എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിലാണ് കേട്ടോ. ഒറ്റൊന്നേ ഉള്ളൂ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. 1991-93 കേരളത്തിലെ ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയാണ് AP ഉദയഭാനു കമ്മിറ്റി. കേരളത്തിലെ ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് കേരള സർക്കാർ 2017 നിയമിച്ച കമ്മിറ്റി ആണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ ആരാണ്? AV ജോൺ ആണ്
കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ. ജയിലുകളിലെ ജോലികളെ വിദഗ്ധ ജോലിയെന്നും അവിദഗ്ധ ജോലിയെന്നും തിരിച്ചിട്ടുണ്ട്. ഇതിൽ വിദഗ്ധ ജോലികൾക്ക് വേതനം കൂടുതലാണ്. ഇത് PUIQ ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് PUIQ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർക്കണം. തടവുകാർക്ക് ലഭിക്കുന്ന അവധികൾ 3 സാധാരണ അവധി, എമർജൻസി അവധി, അതുപോലെ തന്നെ ഹോം ലീവ്. മൊത്തം അങ്ങനെ 3 ടൈപ്പ് ഓഫ് അവധികളാണ് ലഭിക്കുക. 1 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷ ലഭിച്ച നല്ല സ്വഭാവമുള്ള തടവുകാർക്ക് അവരുടെ ശിക്ഷാ കാലയളവിൻ്റെ 1/3 അല്ലെങ്കിൽ 2 വർഷമോ ഇതിൽ കുറവ് ഏതാണോ അത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലാണ് സാധാരണ അവധി ലഭിക്കുന്നത്. ഒരു തടവുകാരൻ്റെ ആദ്യത്തെ സാധാരണ അവധി അനുവദിക്കുന്നത് ആരാ? DGP ഓഫ് പ്രിസൺസ് ആണ്. ഒരു തടവുകാരൻ്റെ ആദ്യത്തെ സാധാരണ അവധി അനുവദിക്കുന്നത് DGP ഓഫ് പ്രിസൺസ് ആണ്. ഒരു തടവുകാരൻ്റെ ആദ്യത്തെ സാധാരണ അവധിയെ തുടർന്നുള്ള അവധികൾ അനുവദിക്കുന്നത് ജയിൽ സൂപ്രണ്ട്. ആദ്യത്തെ സാധാരണ അവധി അനുവദിക്കുന്നത് DGP ഓഫ് പ്രിസൺസ്. അത് കഴിഞ്ഞിട്ടുള്ള സാധാരണ അവധി അനുവദിക്കുന്നത് ജയിൽ സൂപ്രണ്ട്. എമർജൻസി അവധി ഒരു തടവുകാരനെ അനുവദിക്കുന്നത് ആരാ? ഏതൊക്കെ കേസിലറിയോ? ഒരു നല്ല സ്വഭാവമുള്ള തടവുകാരനെയാണ് എമർജൻസി അവധി കിട്ടുള്ളൂ. ആ കിട്ടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ അറിയോ? ഉറ്റബന്ധുക്കളുടെ മരണം അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ, ഉറ്റബന്ധുക്കളുടെ വിവാഹം, താമസിക്കുന്ന കെട്ടിടം പൂർണ്ണമായോ ഭാഗികമായോ തകരുമ്പോൾ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, എമർജൻസി അവധിക്ക് യോഗ്യനല്ലാത്ത തടവുകാരുണ്ട്. ആരൊക്കെ? ദേശസുരക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരൻ, പതിവ് കുറ്റവാളികളായി തരംതിരിക്കപ്പെട്ടവർ, അപകടകാരികളായി കണക്കാക്കിയിട്ടുള്ള തടവുകാർ, മാനസിക രോഗാവസ്ഥയിലുള്ളവരും പകർച്ചവ്യാധികളുള്ളവരും. ഓക്കെ, ഇവരൊന്നും എമർജൻസി അവധിക്ക് യോഗ്യനല്ലാത്ത തടവുകാരാണ്. ജയിൽ സൂപ്രണ്ടിന് ഒരു തടവുകാരന് അനുവദിക്കാവുന്ന പരമാവധി എമർജൻസി അവധി എത്ര ദിവസമാണ്? 10 ദിവസം വരെയാണ് കേട്ടോ. ഹോം ലീവ് അനുവദിക്കുന്നത് ആർക്ക്? തുറന്ന ജയിലിലെ തടവുകാർക്കാണ് ഹോം ലീവ് അനുവദിക്കുന്നത്. ഹോം ലീവ് അനുവദിക്കുന്നത് ആർക്കാണ്? തുറന്ന ജയിലിലെ തടവുകാർക്ക്. തടവുകാർക്ക് ഹോം ലീവ് ഉൾപ്പെടെ 1 വർഷത്തിൽ എത്ര സാധാരണ അവധി അനുവദിക്കാം? 5 അനുമതിയാണ്. 5 പ്രാവശ്യം കേട്ടോ. അടഞ്ഞ ജയിലിലെ തടവുകാർക്ക് 1 വർഷത്തിൽ 4 തവണ മാത്രമേ സാധാരണ അവധി അനുവദിക്കുകയുള്ളൂ. അടഞ്ഞ ജയിലിലാണെങ്കിൽ എത്രയാണ്? 4 തവണ മാത്രം. എന്നാൽ സാധാരണ അവധി അനുവദിക്കുന്ന ഉൾപ്പെടെ 1 വർഷത്തിൽ എത്ര തവണ സാധാരണ അവധി അനുവദിക്കും ചോദിച്ചാൽ അത് 5 കേട്ടോ. സാധാരണ തടവുകാർക്ക്, തുറന്ന ജയിലിലുള്ള ആൾക്കാർക്ക്. അടഞ്ഞ ജയിലിലാണെങ്കിൽ അത് 4 തവണ മാത്രമേ കിട്ടുള്ളൂ. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതായി. ഇനി അങ്ങോട്ടുള്ളതൊക്കെ PYQ ക്വസ്റ്റ്യൻസാണ്. നമ്മൾ മുൻപ് പറഞ്ഞതും PYQ ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. ഇനി എക്സ്ട്രാ കുറച്ച് PYQ മാത്രമുള്ള കുറച്ച് പോയിന്റ്സുകളാണ്, ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റിൽ കയറി വരും. ഓക്കെ, തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിനായി സർക്കാർ അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? 432(6). ഓക്കെ, സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് സമാനമായ തസ്തിക, അതാണ് വനിതാ ജയിൽ സൂപ്രണ്ടാണ്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം ഏതാണ്? 1962. കേരള സംസ്ഥാനത്ത് ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? 6 വയസ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ജയിൽ ഭരണം ആ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിവൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻ